മാപ്പ് തരണോ അച്ഛാ, എനിക്ക് മാപ്പ് തരണം. മനോജേ, നീ എഴുന്നേക്ക്, എഴുന്നേക്ക്. നീ എന്തിനാണ് കരയുന്നേ? ഞാനൊരു പാപിയാണ് അച്ഛാ. ഒരു മകനും അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ എന്റെ അച്ഛനോട് ചെയ്തത്. നീ കാര്യം പറമാനെ. അച്ഛൻ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, കൊന്നോ. അച്ഛൻ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അച്ഛനോട് ചെയ്ത് തെറ്റിന് പകരാവില്ല. മോൻ എന്റെ പൊന്നുമോനല്ലേ, അതിനു മാത്രം എന്ത് ദ്രോഹം എന്നോട് ചെയ്തത്? അച്ഛന്റെ മക്കളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തല്ലിത്താർന്ന ദുഷ്ടനാണ് ഞാൻ ഈ വീട്ടിലെ മുടിയിലായ പുത്രനാ. അച്ഛന്റെ വിശ്വാസം തല്ലി തകർത്തവൻ. നീ കാര്യം പറമോനെ, പറ. ആ പ്രമാണം എടുത്തു മാറ്റിയത് ഞാനാ അച്ഛാ. അതെ അച്ഛാ, എനിക്ക് പറ്റിപ്പോയി. അച്ഛന്റെ പ്രതീക്ഷകൾ തച്ചുടച്ച് എന്നെ കൊല്ലച്ചാ. നീ എന്തായി കാണിക്കുന്നേ? നല്ല വരുമാനം കിട്ടുന്ന ബിസിനസ് ഐഡിയകൾ എനിക്കുണ്ടായിരുന്നു. പണം മുടക്കിയതും ആ വഴിക്ക് തന്നെയാ. പക്ഷെ പരിചയമില്ലാത്തോട്ട് ഒന്നും വിജയിച്ചില്ല. പലരും എന്നെ കബളിപ്പിക്കുകയും ചെയ്തു. ആച്ചാ, അപ്പ തന്ന പണം മുഴുവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങൾ വേറെയും. അത് പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പല തെറ്റുകളും എനിക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പലിശക്കാരൻ ഖാദറിനെ പണയപ്പെടുത്താൻ വേണ്ടി ഞാൻ ആധാരം എടുത്ത് മാറ്റിയത്. അത് തിരിച്ചെടുത്ത് തരാൻ ഒരു നിവൃത്തിയില്ല അച്ഛാ. ഞാൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകളെ പറ്റി അറിഞ്ഞ ഹരിതയ്ക്കത് സഹിക്കാനാവില്ല. എന്നെ കളഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാനും അവള് മടിക്കില്ല. അങ്ങനെ വന്നാ പിന്നെ എനിക്കൊരു ജീവിതം ഇല്ലച്ചാ. ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലച്ചാ. ഒന്നും ഹരിത അറിയിക്കല്ലേ അച്ഛാ. ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം. ക്ഷമിക്കച്ച, എന്നോട് ക്ഷമിക്കച്ച.
സ്വന്തം മകനിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല. സഹായിക്കാൻ നീട്ട എന്റെ കൈകൊണ്ട് തന്നെ അച്ഛന്റെ ചെമ്പിൽ കുത്തി. മക്കള് ജീവശ്വാസം എടുക്കുമ്പോഴും ക്ഷമിച്ച് പുഞ്ചിരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അച്ഛന്മാര്. വെറും അച്ഛന്മാരല്ല, ഗതികെട്ട അച്ഛന്മാര്. പൊയ്ക്കോ, പൊയ്ക്കോ.